ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ അവസാനം എല്ലാവരും കളിയാക്കിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പം എന്തായാലും അനീഷിനും അനുമോൾക്കും തോന്നി ഒന്ന് സംസാരിച്ച് ഈ വിഷയത്തിലൊരു തീർപ്പുണ്ടാക്കണമെന്ന്. അപ്പോൾ അങ്ങനെ രണ്ടുപേരും കൂടെ നമ്മുടെ ഊഞ്ഞാലിലിരുന്ന് സംസാരിക്കുകയാണ്. അപ്പോൾ അനു പറയുന്നുണ്ട്, അനീഷേട്ടൻ എന്തിനാ അങ്ങനെ പറയാൻ തോന്നിയത്, ഞാൻ അങ്ങനെയൊക്കെ കാണിച്ചിട്ടാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അനീഷ് പറയുന്നുണ്ട്, അങ്ങനൊന്നും അല്ല, എനിക്കൊരു അനുമോളുടെ അടുത്ത് വരുമ്പോൾ ഒരു പ്രത്യേക ഇത് തോന്നി, ഒരിഷ്ടം തോന്നി, ഒരു അടുപ്പമൊക്കെ തോന്നിയത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അത് ശരിക്കും എനിക്ക് തോന്നിയതാണ്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. എന്തായാലും അതൊക്കെ വിട്ടുകള, അതെല്ലാം കഴിഞ്ഞില്ലെന്നൊക്കെ നമ്മുടെ അനീഷ് അനുമോളുടെ അടുത്ത് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അനുമോളും പറയുന്നുണ്ട്, സോറി അനീഷേട്ടൻ എനിക്ക് ഇഷ്ടമൊക്കെയാണ്, പക്ഷേ അനീഷേട്ടനെ ഞാൻ എൻ്റെ ഒരു സ്വന്തം ചേട്ടനെ പോലെയാണ് കാണുന്നത്, ബ്രദറിനെ പോലെയാണ് കാണുന്നതെന്നൊക്കെ അനുമോൾ പറയുന്നുണ്ട്. അപ്പോൾ അനീഷ് ദേഷ്യപ്പെടുന്നൊന്നുമില്ല. അനീഷ് നല്ല സൗമ്യതയോട് കൂടിയിരുന്ന് അനീഷ് ഇതെല്ലാം കേൾക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, സാരമില്ല അനുമോളെ, വിട്ടുകള, ഞാൻ ചോദിച്ചു, അതിൻ്റെ മറുപടി സമയം നീ എടുത്ത് പറഞ്ഞു നിനക്ക് താല്പര്യമില്ല, ഓക്കെ, അത് ചോദിച്ചു, അതവിടെ തീർന്നു. ഇനി നമുക്ക് ആ കാര്യങ്ങൾ ക്ലോസ് ചെയ്തേക്കാം, അതിനെപ്പറ്റി അധികം ഡിസ്കഷൻ ചെയ്യണ്ട എന്ന് നമ്മുടെ അനീഷ് അനുമോളുടെ അടുത്ത് പറയുന്നുണ്ട് കേട്ടോ. പക്ഷെ ഇതിലെ ഏറ്റവും വിചിത്രമെന്ന് എനിക്ക് തോന്നിയത്, ഈ നെവിനും അതിലേയും കൂടെ അവിടെ പോയി ഇരുന്ന് അത് ഒളിച്ചിരുന്ന് കേൾക്കുന്നതാണ്. അവർക്ക് എന്തിൻ്റെ ഓക്കെ, അനുമോൾ വന്ന് അനീഷിൻ്റെ അടുത്തെല്ലാം പറയുന്ന കാര്യങ്ങളൊക്കെ എന്തായാലും ചെന്ന് അതിലയുടെ അടുത്ത് പറയും. ഇതിൻ്റെ എല്ലാം വല്ല ആവശ്യമുണ്ടോ ഈ പോയി ഒളിഞ്ഞു നോക്കി മറ്റുള്ളവരുടെ ജീവിതത്തിൽ എന്താ നടക്കുന്നതെന്ന് നമ്മൾ അറിയാൻ ഒരു ക്യൂരിയോസിറ്റി എപ്പോഴും നമ്മൾക്കുണ്ട്, അതാണല്ലോ കാണുന്നത്. പിന്നെ ആദിലയാണേലും നൂറ അവിടെ ഇരുന്നുകൊണ്ട് പറയുന്നുണ്ട്, ഇത് ഈ പോക്ക് ശരിയല്ല, അനുവിനൊരു ചെറിയ അതുണ്ട്. അനുവിൻ്റെ കൂടെ നിൽക്കും, അനു പറയുന്ന എല്ലാം കേൾക്കുന്നുണ്ട്. അനു മാറിക്കഴിയുമ്പോൾ അനുവിനെ കുറ്റം മാത്രം പറയുന്ന ബെസ്റ്റ് ഫ്രണ്ട്സിനെയാണ് കേട്ടോ ഈ കാണുന്നത്. അപ്പോൾ എന്തായാലും അനുവും അനീഷും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒരു സോൾവ് ആക്കുന്ന രീതിയിലേക്ക് എത്തുന്നുണ്ട്. പക്ഷേ വീട്ടിലുള്ളവർക്ക് അവരത് പറഞ്ഞ് ക്ലോസ് ആക്കിയിട്ടും അവരിപ്പോൾ അതൊരു എൻ്റർടൈൻമെൻ്റ് ആക്കി എടുത്ത് അവരങ്ങോട്ട് പോയാലും ഇങ്ങോട്ട് പോയാലും കളിയാക്കിക്കൊണ്ടൊക്കെ ഇരിക്കുകയാണ്. എന്തായാലും നമുക്ക് നോക്കാം ഇത് എങ്ങനെ പോകും. ഇനിയിപ്പോൾ ഇങ്ങനെ ഒരു ഇഷ്യൂ വന്നതുകൊണ്ട് അനുമോൾക്കാണേലും ഫ്രീ ആയിട്ട് കളിക്കാനായിട്ട് പറ്റണില്ല. അതുപോലെ തന്നെ അനീഷിനും അങ്ങനെ തന്നെ ആയിരിക്കും. നമുക്ക് കാത്തിരുന്ന് കാണാം, ഇത് അവരുടെ പ്ലേ അഫക്റ്റ് ചെയ്യുമോ, എങ്ങനെയാണ്. ഇനിയിപ്പോൾ അകത്തേക്ക് വരുന്ന എല്ലാവർക്കും ഇതായിരിക്കും ഒരു തീം, അവരെല്ലാവരും അവരെ എടുത്തിട്ട് കുടയുന്ന അവസ്ഥയായി. ഇനി അകത്തേക്ക് കയറി വരുന്ന ഔട്ടായ കണ്ടസ്റ്റൻസിനൊക്കെ ഇതായിരിക്കും ഒരു തീം. ഇനിയിപ്പോൾ അവരെ എടുത്തിട്ട് കുടയാലോ എല്ലാവർക്കും കൂടെ.